നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഇന്ന് വേലുത്തമ്പി ദളവയുടെ 259ാമത്തെ ജന്മദിനം. 1702 മുതൽ 1809 വരെ തിരുവിതാംകൂർ രാജ്യത്തെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി. ഒരേ സമയം ഇതിഹാസ പുരുഷനും വിവാദ പുരുഷനുമായിരുന്ന അദ്ദേഹം ചിലർക്ക് ബ്രിട്ടീഷുകാരുമായി ചേർന്ന ഒറ്റുകാരനാണ്. ചിലർക്കാകട്ടെ രാജാവിനെ ചതിച്ചവൻ, ചിലർക്ക് ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചവൻ, ചിലർക്ക് രാജ്യത്തിനു വേണ്ടി പടനയിച്ചവൻ. 1765 മെയ് മാസം 6-ാം തീയതി കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിൽ ഇരണിയൽ ദേശത്ത് തലക്കുളത്ത് വലിയ വീട്ടിൽ വലിയമ്മപ്പിള്ള തങ്കച്ചിയുടെയും മണക്കര കുഞ്ഞുമായിറ്റിപ്പിള്ളയുടെയും മകനായാണ് വേലുത്തമ്പി ജനിക്കുന്നത്. മഹാരാജാവിൽ നിന്ന് ചെമ്പകരാമൻ എന്ന പട്ടം പരമ്പരാഗതമായി ലഭിച്ചിരുന്നവരായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബക്കാർ. 25 വയസ്സിനകം നാടറിയുന്ന പ്രക്ഷോഭകാരിയും ഭരണാധികാരിയും ജനകീയ നേതാവുമായി തീർന്നു അദ്ദേഹം. ജ്യോതിഷവിദ്യ, അമരകോശം, സിദ്ധരൂപം, വൈദ്യം എന്നിവയിൽ വൈദഗ്ധ്യമുണ്ടായിരുന്നു. ഹിന്ദിയും പേർഷ്യനും പഠിച്ചു. ആയുധവിദ്യ, കളരിയഭ്യാസം എന്നിവയിൽ പ്രാവീണ്യം നേടി. കൊല്ലവർഷം 959 കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ യാത്രാമധ്യേ മറവന്മാർ അദ്ദേഹത്തിന്റെ സാധനങ്ങൾ കൊള്ളയടിക്കുകയുണ്ടായത്രേ. മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം വിഫലമായതിനെ തുടർന്ന് കാർത്തിക തിരുനാൾ മഹാരാജാവ് വേലുത്തമ്പിയുടെ കുടുംബത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചു. വേലുത്തമ്പിയുടെ സഹായത്താൽ കവർച്ചക്കാരെ പിടികൂടുകയും മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ സംപ്രീതി ഉണ്ടായ വേലുത്തമ്പിക്ക് കൊട്ടാരത്തിൽ കാര്യക്കാരനായി ജോലി ലഭിക്കുകയാണ്. അന്ന് അദ്ദേഹത്തിന് വെറും 20 വയസ്സായിരുന്നു പ്രായം. രാജ കേശവദാസായിരുന്നു അന്നത്തെ ദളവ. തിരുവിതാംകൂറിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പദവിയായ ദളവ സ്ഥാനത്തേക്ക് അതിശയിപ്പിക്കുന്ന വേഗത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. 1802 മുതൽ 1809 വരെയാണ് അദ്ദേഹം ദളവ പദവിയിൽ ഇരുന്നത്. ഇതേ വേഗതയിൽ തന്നെ അത് നിരാകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ത്യാഗമായി ചരിത്രം അടയാളപ്പെടുത്തുന്നതും. അനീതിക്കും അഴിമതിക്കുമെതിരെ വേലുത്തമ്പി കടുത്ത ശിക്ഷാവിധികൾ തന്നെയാണ് നടപ്പിലാക്കിയത്. അവയവച്ഛേദനം, പരസ്യമായ ചാട്ടവാറടി, വധശിക്ഷ, മർദ്ദനം തുടങ്ങിയ വിവിധ ശിക്ഷകൾ, ചിലതെല്ലാം അതിക്രൂരം തന്നെയായിരുന്നു. ഇത്തരം ശിക്ഷകളെല്ലാം അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. തന്റെ സ്ഥാനം പോയാലും തന്റെ ജീവൻ പ്രജകൾക്കും രാജാവിനും നാടിനും വേണ്ടി സമർപ്പിച്ച ധീര മഹാത്മാവായിരുന്നു വേലുത്തമ്പി ദളവ. സ്വരാജ്യസ്നേഹിയായ തമ്പിയുടെ കാലുകൾ ഒരിക്കൽ പോലും ഇടറിയിട്ടില്ല. തന്നെ വേട്ടയാടുന്ന സൈനിക സംഘത്തിനെതിരെ ശക്തിയായി പോരാടി അവസാനം മണ്ണടിയിൽ എത്തുകയായിരുന്നു അദ്ദേഹം. സൈനിക സംഘത്തിനെതിരെ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു ലക്ഷ്യം. ശത്രു സൈന്യം തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ തമ്പിയും സംഘവും ചേന്ദമംഗലം ഇല്ലത്ത് അഭയം തേടുകയാണ്. ആ രാത്രിയിലും ജന്മനാടിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനുള്ള കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു ആ രാജ്യസ്നേഹി. ഇതിനിടയിൽ ബ്രിട്ടീഷ് പട്ടാളം അവിടെ എത്തി. ബ്രിട്ടീഷുകാർക്ക് ജീവനോടെ കീഴടങ്ങുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് മണ്ണടി ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചിരുന്ന തമ്പിയെ ശത്രുക്കൾ വളഞ്ഞു. ഇനി രക്ഷയില്ല എന്ന് ഉറപ്പായപ്പോൾ അവർ ശരീരമറുത്തു മാറ്റുന്നതിന് മുൻപ് തന്നെ നെഞ്ചിൽ കഠാര കുത്തിയിറക്കി. പകതീരാതെ ബ്രിട്ടീഷുകാർ തമ്പിയുടെ മൃതദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും കുതിരകളെ കെട്ടി വലിച്ചിഴച്ചു. പിന്നീട് കണ്ണമൂലക്കുന്നിൽ 3 ദിവസം കഴുകന്മാർക്ക് ഭക്ഷണമായി കെട്ടിത്തൂക്കി. പിന്നീട് ദളവക്കുന്നിൽ കുഴിച്ചിട്ടു. എവിടെയാണ് മറവ് ചെയ്തതെന്ന് ഇന്ന് ആർക്കും അറിയില്ല. അത് 1809 മാർച്ച് മാസം 29-നായിരുന്നു. നീതിയുടെ കാവലാളായി പടപൊരുതി നാടിന്റെ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട് ജീവിക്കുകയും രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുകയും ചെയ്ത വേലുത്തമ്പി ദളവ എന്ന ധീരദേശാഭിമാനിയോടുള്ള ആദരസൂചകമായി 1964 തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര പട്ടണത്തിനോട് ചേർന്നുള്ള ധനുവച്ചപുരം പ്രദേശത്ത് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ച കലാലയമാണ് വേലുത്തമ്പി ദളവ മെമ്മോറിയൽ കോളേജ്. മലയാളി വാർത്ത ആനുകാലികം.